ട്യൂബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു യൂട്യൂബ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഒരു യൂട്യൂബ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ട്യൂബഡി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു സംഭവമാണ്. നമ്മുടെ SEO വർദ്ധിപ്പിക്കാനും യൂട്യൂബ് സെർച്ച് വർദ്ധിപ്പിക്കാനും നമ്മുടെ കീവേഡ്സ്, അതായത് നമ്മുടെ റാങ്കിങ്ങിലുള്ള കീവേഡ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡുകൾ ഇടാനും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് ട്യൂബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ട്യൂബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ ചില സംഗതികൾ അതിൽ ലോക്കഡ് ആയിരിക്കും, അതിന് പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ഹാക്കഡ് വേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ല. പൈസ പോയാലും പ്രശ്നമില്ല, നമുക്ക് ഇത് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഹാക്കഡ് വേർഷൻ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷനാണ്. ആ തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കാം, എല്ലാ ഫീച്ചേഴ്സും 100% ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കാം. പക്ഷേ എങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് തേർഡ് പാർട്ടീസിന് നമ്മൾ ഡീറ്റെയിൽസ് കൈമാറുകയാണ് ചെയ്യുന്നവിടെ. അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തന്നെ ട്യൂബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ട്യൂബഡിയെ കുറിച്ച് വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡർ സൈഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പോയിട്ട് ട്യൂബഡി ഒന്ന് സെർച്ച് ചെയ്യുക. ട്യൂബഡി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ട്യൂബഡി വരും. ട്യൂബഡി ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ഞാനിവിടെ ഓൾറെഡി ട്യൂബഡി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഓപ്പൺ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇത് കാണിക്കും, ട്യൂബഡി ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും. നിങ്ങളത് ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ അതിലേക്ക് പോവുകയാണ്, ട്യൂബഡിയിലോട്ട് പോവുകയാണ്. ഞാൻ ട്യൂബഡിയെക്കുറിച്ച് കുറച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ വ്യക്തമായിട്ടൊരു ട്യൂട്ടോറിയൽ ക്ലാസ് തന്നെ ചെയ്യാം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊരു വീഡിയോ ഇവിടെ ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ്. ഈ വീഡിയോ എടുത്തിട്ട് അതിലൊന്ന് ഡബിൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടെല്ലാം വരും. അവിടെ അപ്ലോഡ് ഹൈ റീൽസ് ഇതിൻ്റെ കറക്റ്റായിട്ടെല്ലാം ട്യൂബഡി പറഞ്ഞു തരും. നമുക്ക് അതിലുള്ള ഫോൾട്ടുകൾ എന്താണ് എല്ലാം പറഞ്ഞു തരും. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതെല്ലാം അതിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവർ വരുന്നത് യെല്ലോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ആഡ് ടാഗ്സ് ഇൻ യുവർ ടൈറ്റിലിൽ ഒരു ടാഗ് നിർബന്ധമായിട്ടും ചെയ്യുക. എങ്കിലത് അവിടെ പറയുന്നുണ്ട്, ഇറ്റ്സ് റെക്കമെൻഡഡ് ടു അറ്റ്ലീസ്റ്റ് 1 or 2 യുവർ ടാഗ്സ് അപ്പിയർ ഇൻ യുവർ ടൈറ്റിൽ ടു ഗെറ്റ് മോർ വ്യൂസ് ഫ്രം സെർച്ചിൽ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതും ഗ്രീൻ ടിക്കിൽ എനിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ടാഗിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ടാഗിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ ആ വീഡിയോയ്ക്ക്, നമ്മളിപ്പോൾ ഇട്ട വീഡിയോയ്ക്ക് നമ്മൾക്ക് ഇവിടെ സജസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞിട്ട് വരും. ഞാനത് ഓൾറെഡി ചെയ്തതാണ്, ഇവിടെ സജസ്റ്റ് ചെയ്തതാണ്. നിങ്ങളത് സജസ്റ്റ് ചെയ്തിട്ട് അവിടെ ചെയ്യുക. കാരണം ഇവിടെ സജസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സജഷൻ വരും. ഈ വീഡിയോയ്ക്ക് വേണ്ട ടാഗുകൾ, അതായത് അതിന് അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ ഇവിടെ വരും. ആ ടാഗ് നമുക്കവിടെ ടിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. ടിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് കോപ്പി ചെയ്യുക. കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീഡിയോ എന്ന് കാണാം. ആ വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്യുക. വീഡിയോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ 3 ടാഗ് കോപ്പി ടു വീഡിയോ, ആ വീഡിയോയിലോട്ട് 3 ടാഗ് കോപ്പീഡ് ആയി എന്നാണ് പറയുന്നത്. അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ടാഗ് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള, നമുക്ക് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, അതായത് റാങ്കിങ്ങിൽ, അതായത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ റാങ്കിങ്ങിൽ എത്താനുള്ള ടാഗുകളാണ് അവിടെ, അത്രയും റാങ്കുള്ള ടാഗുകളാണ് അവിടെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ടും ചെയ്യുക.
പിന്നെ ഇവിടെ ഷെയർ ഓപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് അനലറ്റിക്സ് കാണുന്നുണ്ട്. ഇവിടെ അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ വീഡിയോയ്ക്ക് അബൌട്ട് 1 കമൻറ്റ് ഓർ പെർ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ. കോംപ്രമൈസ് 0.2 ഇയർ ടോട്ടൽ ചാനൽ വ്യൂസ്. അതിന് ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയുടെ A to Z ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ടാഗ് ഇതിലൂടെ നമുക്ക് ട്യൂബഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോ റീച്ച് ആവാനുള്ള എല്ലാ ഉപാധികളും ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ക്ലിക്ക് ആക്കുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഇവിടെ ഗ്രീൻ ടിക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഗ്രീൻ ടിക്ക് അല്ലാത്തതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിൽ ചെയ്യാത്തതാണ്. ഇവിടെ അപ്ഗ്രേഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ഇവിടെ 2 അപ്ഗ്രേഡ് റെക്കോർഡ്, അതായത് ടാക്സ് ലെങ്ത്ത് എൻ്റെ ഷോർട്ട് കുറവാണ്. അതൊന്ന് കറക്റ്റായിട്ട് ഒരുപാട് ടാക്സുകൾ അവിടെ 500 ക്യാരക്ടേഴ്സ് വരെ ഇവിടെ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. 500 ക്യാരക്ടേഴ്സിന് അത്ര തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേ അനുയോജ്യമായിട്ടുള്ള ഒരുപാട് ടാഗുകൾ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആഡിങ് ക്യാപ്ഷൻ നമുക്കറിയുന്നതല്ലേ. ക്യാപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മാനുവലായിട്ട് ക്യാപ്ഷൻ ആഡ് ചെയ്യാറുണ്ട്. ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ മാനുവലായിട്ട് തന്നെ നമ്മൾ ക്യാപ്ഷൻ ആഡ് ചെയ്യും. അതിനെയാണ് ഇവിടെ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതും നമ്മുടെ ചാനലിന് സെർച്ചിങ്ങിലോട്ട് പോയിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ കാർഡ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ആഡ് എൻഡ് സ്ക്രീൻസ്, ഇതൊക്കെ ഇവിടെയും അപ്ഗ്രേഡ് റിക്വേർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. എൻഡ് സ്ക്രീൻ ഇവിടെ റിക്വേർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അവിടെ എൻഡ് സ്ക്രീൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ആഡ് ടു പ്ലേലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് എൻ്റെ സ്ക്രീൻ ചെയ്യുമ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ, നമ്മുടെ ആ വീഡിയോ കൂടുതൽ റീച്ചിലെത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒരുപാട് റാങ്കിങ്ങിലോടെത്തും. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബ്ബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മൾ വീഡിയോ പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ റാങ്കിങ്ങിലേക്ക് എത്തും. ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ വീഡിയോയും ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്യൂബ്ബഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും ട്യൂബ്ബഡിയിലൂടെ വീഡിയോകൾ ഇതുപോലെ കറക്റ്റാക്കി ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു കാര്യം എത്തുമ്പോഴും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ.